Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ അവിയലാണ്. സദ്യകളിൽ കിട്ടുന്ന പോലെ തന്നെ കഷ്ണങ്ങളൊന്നും ഉടയാതെ ഡ്രൈ ആയിട്ട് എങ്ങനെ അവിയൽ ഉണ്ടാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോ കാണാം. അവിയൽ ഉണ്ടാക്കാൻ ആവശ്യമായ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, 6-7 ബീൻസ്, ഒരു വെള്ളരിയുടെ പകുതി, 2-3 കായ. ഇത് ചെറിയ കായയാണ്. നിങ്ങൾക്ക് നേന്ത്രക്കായ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വലിയ തുറന്നു എടുത്താൽ മതി. ചേന അത്യാവശ്യം വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു പകുതി പടവലങ്ങ, 6-7 കോവയ്ക്ക, 2 മുരിങ്ങയ്ക്ക, 7 പച്ചമുളക്. ഇത്രയുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി മുറിച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിയലിനുള്ള കഷ്ണങ്ങൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതിലൊരു പച്ചക്കറി കൂടി പോവോ കുറഞ്ഞു പോവോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് മെയിനായിട്ട് വേണ്ട പച്ചക്കറി കായയും ചേനയുമാണ്. അത് കാര്യമായിട്ട് തന്നെ എടുക്കുക. ബാക്കിയുള്ളതൊക്കെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോണം. ഇതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പം ആദ്യം ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. വേവ് കൂടുതലുള്ള പച്ചക്കറികളാണ് അടിഭാഗത്തിട്ട് കൊടുക്കേണ്ടത്. ഓരോ പച്ചക്കറികളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല. പച്ചക്കറികളിൽ നിന്ന് വെള്ളം ഇറങ്ങിയാണ് ഇത് വെന്ത് കിട്ടുന്നത്. ഏറ്റവും മുകളിലായിട്ട് വെള്ളരിക്ക ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുകൾ ഭാഗം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പുളിക്ക് വേണ്ടി ഇതിലേക്ക് മാങ്ങ ഉപയോഗിക്കുന്നവരുണ്ട്, പുളി ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ തൈര് ചേർത്തുള്ള അവിയലാണ് കാണിക്കുന്നത്. തൈരിന്റെ പുളി അനുസരിച്ച് അളവ് തീരുമാനിക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് കൂടി പോവരുത്, പിന്നെ പുളി കൊണ്ട് ഇത് കഴിക്കാൻ പറ്റാതെ വരും. ഇങ്ങനെ ആദ്യം തന്നെ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകത്തില്ല. തൈര് മുകൾ ഭാഗത്ത് മാത്രം ഇളക്കി ചേർത്താൽ മതിയാവും. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 പച്ചമുളക്, 1 ചുവന്നുള്ളി, 1 തണ്ട് കറിവേപ്പില, 1 നുള്ള് നല്ല ജീരകം. ഇത്രയും ഒന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കണം. അരയണ്ട, ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി. കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ. ഇപ്പൊ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
രുചി. ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.